ആരുടെയും സമ്മർദ്ദത്തെ തുടർന്നല്ല, ആർക്കും വിഷമമുണ്ടാകാതിരിക്കാനാണ് റീ എഡിറ്റിംഗ് നടത്തിയതെന്ന് ആന്റണി പെരുമ്പാവൂർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മോഹൻലാലിന് എമ്പുരാന്റെ കഥ നേരത്തെ അറിയാമായിരുന്നു. മുരളി ഗോപിയുടെ നിലപാടും തങ്ങൾക്കൊപ്പമാണെന്ന് കരുതുന്നതായും ആന്റണി പറഞ്ഞു. എമ്പുരാൻ വിവാദം കത്തുന്നതിനിടെ റിലീസിംഗിന്റെ 5-ാം ദിവസമാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ആദ്യമായി പ്രതികരിക്കുന്നത്. എന്നത്തേനിറങ്ങും റീ എഡിറ്റഡ് പോർഷൻ? വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരുപാട് ഇതൊന്നും ഇല്ലല്ലോ, ചെറിയ സമയമല്ലോ. എന്തൊക്കെയാ എൻ്റെ ഒരു തിരുത്തല്? അങ്ങനെ കറക്റ്റ് അല്ല, പൊതുവെ ഗംഭീരായിരിക്കട്ടെ. അല്ല എന്തായാലും നിന്റെ കളക്ഷന്റെ ഒരു തോത് എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, ഇന്നലെ വന്നല്ലോ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ. അതായത് നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ സിനിമകളൊക്കെ വരുന്ന സമയത്ത് 100 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ 200 കോടി ക്ലബിൽ എന്ന വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ട് ഈ കോൺട്രവേഴ്സി എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ജനങ്ങൾ കംപ്ലീറ്റ് അത് സിനിമ കാണുന്നു. കോൺട്രവേഴ്സി അത് തിരിച്ചറിവിലൂടെ എന്താണോ ആൾക്കാർക്ക് സ്വീകാര്യം. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ, അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ യാത്ര ചെയ്യുന്നു. ഇതൊരു തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. അല്ല, ഇങ്ങനെ ഒരു റീ എഡിറ്റ് വരുമ്പോഴേ ഇല്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ ഇതിനകത്തൊരു കോൺട്രവേഴ്സി ഒന്നുമില്ല? അല്ല, അതെ, ഇത് അങ്ങനെ പറയേണ്ടതില്ല. ഇതിനെ ഒരു നല്ല പോസിറ്റീവായിട്ട് എടുത്താൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. മോഹൻലാലിന് കഥ നേരത്തെ അറിയാമെന്ന് ആന്റണി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അറിയില്ലെന്ന് തങ്ങളാരും പറഞ്ഞിട്ടില്ല. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കി. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളായിട്ടോ അതിനെ കാണരുത്. ഖേദപ്രകടനം നടത്തിയുള്ള മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും മുരളി ഗോപിയുടെ നിലപാട് തങ്ങൾക്കൊപ്പമാണെന്ന് കരുതുന്നതായും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ഉണ്ട്, മുരളി ഗോപിയും ഉണ്ട്. ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു, അതിൽ അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരുടെയെങ്കിലും ഭീഷണി കൊണ്ടല്ല സിനിമ റീ എഡിറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വേദനയുണ്ടായെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് റീ എഡിറ്റ് എന്നും ആന്റണി വ്യക്തമാക്കി. പുതിയ പതിപ്പ് ഇന്നു വൈകിട്ട് തിയേറ്ററിൽ എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്. അതിനിടെ എമ്പുരാന്റെ 3-ാം ഭാഗം ഉണ്ടാകുമെന്നും ആന്റണി പെരുമ്പാവൂർ അറിയിച്ചു. ക്യാമറാമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.